Good afternoon. Okay, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ നോക്കി? ഓക്കെ ആണോ? ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ യെസ് ഓക്കെ ആണ് അല്ലേ? ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ക്ലാസ്സിൽ എടുത്തത് യെസ്, കുറച്ച് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് OPD ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? 2 types of OPD സർവീസുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഇതല്ലേ പറഞ്ഞു നിർത്തിയത്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള OPD സർവീസ്. അതായത് എങ്ങനെയാണ് ഇവിടെ സർവീസ് കൊടുക്കുന്നത്? ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് area which included all the diagnostic and the therapeutic facility being provided in the same place. ഒരു സെൻട്രൽ ആയിട്ടുള്ളതായിരിക്കും, ഒരു സെയിം പ്ലേസിലായിരിക്കും എല്ലാ സർവീസും ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഏരിയയിൽ ഉൾപ്പെടുന്നു. Then decentralized എങ്ങനെയാണ്? സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പല ഡിപ്പാർട്ട്മെന്റ്സിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Services are provided in respective department. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് based on the type of patient. Based on the type of patient, patients ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ്, ഏത് ടൈപ്പ് പേഷ്യൻസ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് OPD-നെ ജനറൽ OPD, എമർജൻസി ഔട്ട് പേഷ്യന്റ്, then റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെ? പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ട്, പേഷ്യൻസിന്റെ തരം എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ട്. ജനറൽ ഔട്ട് പേഷ്യന്റിൽ എങ്ങനെയാ വരുന്നത്? ഓൾ ദ പേഷ്യൻസ് അതർ ദാൻ എമർജൻസീസ് who are reported directly to OPD. എല്ലാ പേഷ്യൻസും, എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസും എവിടെ വരുന്നേ? ഈ ജനറൽ ഔട്ട് പേഷ്യന്റ് ആണ്, ജനറൽ OPD-യിലേക്കാണ് വരുന്നത്. All the patient other than emergency, എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസും നേരിട്ട് എവിടെ ചെല്ലുന്നത്? ഈ ജനറൽ OPD-യിലേക്ക് ചെല്ലുന്നത്. Then അടുത്തതാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരായിരിക്കും അവിടേക്ക് വരുന്നത്? എ പേഴ്സൺ ഗീവ് എമർജൻസി മെഡിക്കൽ കെയർ. എമർജൻസി മെഡിക്കൽ കെയർ അങ്ങനെയുള്ള കണ്ടീഷൻ, എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരുന്ന ആ കണ്ടീഷൻസ്. അപ്പൊ അങ്ങനെ അവിടെ പ്രത്യേകം ഇതുണ്ട്, എമർജൻസി ഔട്ട് പേഷ്യൻസ് ഉണ്ട്. ഔട്ട് പേഷ്യന്റ് എമർജൻസി മെഡിക്കൽ കെയർ കിട്ടുന്നത് എമർജൻസി ഔട്ട് പേഷ്യന്റ്. ദെൻ മൂന്നാമത്തെയാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. പ്രത്യേക ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രാക്ടീഷണേഴ്സ് റെഫർ ചെയ്തിട്ടുള്ള പേഷ്യൻസ്, അവരാണ് റെഫേർഡ് ഔട്ട് പേഷ്യൻസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. Patients referred to OPD by his practitioner for specific treatment. അപ്പൊ അത് ഏത് ടൈപ്പ് OPD ആണെന്ന് ചോദിക്കാം. എല്ലാ എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനറൽ OPD-യിലേക്ക്. ദെൻ എമർജൻസി പേഷ്യൻസ് മെഡിക്കൽ കെയർ, എമർജൻസി മെഡിക്കൽ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത് എമർജൻസി ഔട്ട് പേഷ്യന്റ്. ദെൻ ഈ പ്രാക്ടീഷണേഴ്സ് റെഫർ ചെയ്ത പേഷ്യൻസ്, പ്രത്യേക ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രാക്ടീഷണേഴ്സ് റെഫർ ചെയ്ത പേഷ്യൻസ് ഇങ്ങോട്ടേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് റെഫേർഡ് ഔട്ട് പേഷ്യൻസ്. ക്ലിയർ അല്ലേ? അത് കണ്ടാൽ തന്നെ അറിയാം. എമർജൻസി മെഡിക്കൽ കെയർ എന്ന് കാണുമ്പോൾ തന്നെ എമർജൻസി ഔട്ട് പേഷ്യന്റ്. പിന്നെ റെഫേർഡ് എന്ന് പറയുന്ന പേഷ്യന്റ് റെഫർ ചെയ്യുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എല്ലാ എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്തത് ജനറൽ ഔട്ട് പേഷ്യന്റ്. അത് മൂന്നും ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തതാണ് പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മാനേജറിയൽ കൺസിഡറേഷൻ. ഒരു മാനേജർ എന്തൊക്കെ കാര്യങ്ങൾ OPD-യുമായി ബന്ധപ്പെട്ട കേട്ടോ, OPD-യുമായി ബന്ധപ്പെട്ട മാനേജർ എന്തൊക്കെ കാര്യങ്ങളിൽ കൺസിഡർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം.
ഏതുമായിട്ട് ബന്ധപ്പെട്ട OPD-യുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മാനേജർ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പരിഗണിക്കണം, കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാ നോക്കണ്ടേ? പബ്ലിക് റിലേഷൻ നോക്കണം. പബ്ലിക് റിലേഷൻ, വാംത്ത്, ഊഷ്മളത, ഒരു നല്ലൊരു അന്തരീക്ഷം, വാംത്ത്, ഊഷ്മളത എന്ന് പറയും മലയാളം. നല്ലൊരു അന്തരീക്ഷം കൺസിഡർ ചെയ്യണം. റെസ്പെക്ട്, എല്ലാവരോടും ബഹുമാനത്തോടു കൂടിയും നല്ല രീതിയിൽ പെരുമാറണം. മിനിമം വെയിറ്റിംഗ്, ഔട്ട് പേഷ്യന്റിലും ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് ഒരുപാട് സമയമൊക്കെ വെയിറ്റ് ചെയ്യാതെ കുറച്ച് മിനിമം വെയിറ്റിംഗ് ടൈം അത് നോക്കണം. ദെൻ ക്ലെൻലിനെസ്, ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ വൃത്തി, ശുചിത്വം, ശുചിത്വം നോക്കണം. ദെൻ ഗുഡ് ആംബിയൻസ്, നല്ല ഒരു അന്തരീക്ഷം, ഗുഡ് ആംബിയൻസ്, നല്ല അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യണം. ദെൻ ക്യാന്റീൻ, ദെൻ അടുത്ത് നോക്കിയേ പേഷ്യന്റ് ഹിയറിംഗ്, പേഷ്യന്റിന്റെ കാര്യങ്ങൾ കേൾക്കണം, പേഷ്യൻസിന്റെ കാര്യങ്ങൾ കേൾക്കണം, പേഷ്യൻസിനെ കേൾക്കണം, പേഷ്യന്റ് ഹിയറിംഗ്. ദെൻ വെന്റിലേഷൻ, നല്ല വായുമാർഗം, വായുസഞ്ചാരം, വെന്റിലേഷൻ ഉറപ്പുവരുത്തണം. ദെൻ വാട്ടർ സപ്ലൈ, അടുത്തതാണ് വാട്ടർ സപ്ലൈ. OPD ടൈമിംഗ്, OPD-യുടെ ആ ടൈമിംഗ്, ഇത്രയും കാര്യങ്ങൾ ഒരു OPD-യുമായി ബന്ധപ്പെട്ട് മാനേജർ കൺസിഡർ ചെയ്യണം. ആ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. Public relation, warmth, respect, minimum waiting, then cleanliness, good ambience, canteen, patient hearing, hearing ആണ് കേട്ടോ, കേൾക്കുക, പേഷ്യന്റിനെ കേൾക്കുക, അതായത് പേഷ്യൻസിന്റെ കാര്യങ്ങൾ കേൾക്കുക. വെന്റിലേഷൻ, വാട്ടർ സപ്ലൈ, OPD ടൈമിംഗ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇനി അടുത്തതാണ് OPD-യുടെ പ്രോസസ്സ്. ആ ജസ്റ്റ് ഈ ഓർഡർ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കുക. എന്താണ്, നമ്മളെല്ലാവരും പോയിട്ടുണ്ട് അല്ലേ? OPD-യിൽ പോകാത്തവരുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ അവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ജസ്റ്റ് ഓടിച്ചെന്ന് പെട്ടെന്ന് ഡോക്ടറെ കണ്ട് പോരുമല്ല അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആ സ്റ്റെപ്സുകളാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു OPD-യുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, സ്റ്റെപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം? OPD പ്രോസസ് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും? അറൈവിംഗ് അറ്റ് OPD. എന്താണ്? OPD-യിൽ എത്തുക. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? OPD-യിലേക്ക് എത്തണം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം OPD-യിൽ എത്തുക. അതെ, എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ റിസപ്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടല്ലേ OPD-യിൽ. ആ റിസപ്ഷനിൽ ചെല്ലണം. റിസപ്ഷനിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ രജിസ്ട്രേഷൻ, ചീട്ട് എടുക്കണ്ടേ? രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ. നമുക്ക് ടോക്കൺ നമ്പർ തരും. ഇത്രാമത്തെ ടോക്കൺ എന്ന് പറഞ്ഞ് ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ടോക്കൺ നമ്പർ, ആ നമ്പർ പറഞ്ഞു തരും അല്ലേ? ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വെയിറ്റിംഗ് റൂമിലേക്ക് പോകും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഡോക്ടറിനെ കാണാനായിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് റൂമിൽ നമ്മൾ ചെന്നു. ദെൻ കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു, ഡോക്ടറിനെ കണ്ടു. പിന്നെ അടുത്ത് നോക്കി ഇഷ്യൂവൻസ് ഓഫ് മെഡ് ചിറ്റ്. മെഡ് ചിറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്ലിപ്പാണ്. അപ്പൊ ഡോക്ടർ നമ്മൾ പരിശോധിച്ചൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു? ആ മെഡിക്കൽ ചീട്ട്, മെഡിക്കൽ സ്ലിപ്പ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അത് മെഡ് ചിറ്റ് എന്നാണ് കേട്ടോ. മെഡ് ചിറ്റ്, അതായത് മെഡിക്കൽ സ്ലിപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ചിറ്റ് ഓർ മെഡിക്കൽ സ്ലിപ്പ്. ആ ഡോക്ടർ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി തരും അല്ലേ? അതാണ് ഇഷ്യൂവൻസ് ഓഫ് മെഡ് ചിറ്റ്. ദെൻ അറൈവിംഗ് അറ്റ് ഫാർമസി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ മരുന്ന് മേടിക്കണം അല്ലെ? അതിനെന്ത് ചെയ്യും? ഫാർമസിയിൽ എത്തിച്ചേരണം. ഫാർമസിയിൽ എത്തുമ്പോൾ നമുക്ക് എത്രാമത്തെ ടോക്കണാന്ന് ഉണ്ടാവും അല്ലെ? ടോക്കൺ നമ്പർ തരും അവര്. നമ്മൾ അവിടെ പിന്നെ വെയിറ്റ് ചെയ്യണം, മരുന്ന് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? കളക്ഷൻ ഓഫ് മെഡിസിൻ ഉണ്ട്. വെയിറ്റ് ചെയ്ത് മരുന്ന് നമ്മൾ കളക്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്യുന്നു? ഡിപ്പാർച്ചർ, അവിടെ നിന്ന് തിരികെ പോകുന്നു, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അതാണ് എന്ത്? ഒരു OPD-യിലെ പ്രോസസ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയേ. OPD-യിലെത്തി, റിസപ്ഷനിൽ ചെന്നു, രജിസ്റ്റർ ചെയ്തു, ടോക്കൺ നമ്പർ തന്നു, തിരികെ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വന്ന് വെയിറ്റ് ചെയ്തു, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, ഡോക്ടർ നമ്മൾക്ക് മെഡിക്കൽ സ്ലിപ്പ് തന്നു. ഫാർമസിയിൽ നമ്മൾ എത്തി, അവിടെ നിന്ന് നമ്മൾ ടോക്കൺ നമ്പർ നമുക്ക് കിട്ടി. വീണ്ടും നമ്മൾ അവിടെ മരുന്ന് മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ മരുന്നുകൾ കളക്ട് ചെയ്യും. ഡിപ്പാർച്ചർ, തിരികെ പോകും. ക്ലിയർ ആണോ നോക്കിയാൽ നേരെ കാണിച്ചേക്കുന്നത്? ഒരു ഫ്ലോ ചാർട്ട്, ഫ്ലോ ഡയഗ്രാം
ഓക്കെ ആണോ നോക്കിയേ? ഫാർമസിയിലെ പ്രോസസ്സ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫാർമസിയിലൂടെ പോകുന്നത്. ഓക്കെ ആണോ? ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പോയതും പോകുന്നതും ഒക്കെ? പോയിട്ടുള്ളവരൊക്കെ എല്ലാവരും തന്നെ പോയിട്ടുണ്ട്, OPD പോയിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇനി ഇവിടെ നോക്കിയോ, ഒന്നുകൂടി ആ ഫ്ലോ ചാർട്ടിലേക്ക് വന്നേ നമ്മള്. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി അവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയേ. നമ്മൾ ആദ്യത്തെ പോലെ തന്നെ OPD-യിലെത്തി, റിസപ്ഷനിൽ ചെന്നു, രജിസ്റ്റർ ചെയ്തു, ടോക്കൺ നമ്പർ നമുക്ക് തന്നു, നമ്മൾ വെയിറ്റിംഗ് റൂമിൽ എത്തി, അവിടെ വെയിറ്റ് ചെയ്തു, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഇനി അവിടുത്തെ നോക്കിയ ഒരു ആരോ വർക്ക് കണ്ടോ? ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഡോക്ടർ എന്ത് പറയും, ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ടെസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മള് സ്കാൻ ചെയ്യാനോ എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ യൂറിൻ ബ്ലഡ് അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള അന്വേഷണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അത് ഡോക്ടർ പറയും അല്ലെ. ഇൻവെസ്റ്റിഗേഷൻസ് മറ്റുള്ള അന്വേഷണങ്ങള് ഡോക്ടറിനെ കണ്ടിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങൾ നടത്തും. എന്നിട്ട് തിരിച്ച് നമ്മൾ അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് താഴേക്ക് സാധാ പ്രോസസ്സ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇനി എന്താ അവിടെ വല്ല റെഫറൻസ് വേണ്ടി വരികയാണെങ്കിൽ കണ്ടോ, സ്പെഷ്യൽ ഡോക്ടറിന് വീണ്ടും അപ്പൊ എന്തെങ്കിലും ഒരു സംശയമുണ്ട്, നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ കാര്യം നടത്തി, അപ്പൊ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിനെ ഇപ്പൊ നമുക്ക് വയറുവേദനയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയി കണ്ട് നമ്മൾ ഫിസിഷ്യനെ പോയി കാണുന്നേ. ജനറൽ ഡോക്ടറിനെ കണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ വയറിൽ എന്തെങ്കിലും ഒരു ഇച്ചിരി മറ്റേ ഡോക്ടറിന് എന്തെങ്കിലും സംശയം തോന്നി വേണ്ടിയ റഫറലിൽ പറയാം സ്പെഷ്യൽ ഡോക്ടറിനെ കേട്ടോ, സ്പെഷ്യലിസ്റ്റ് അതിന്റെ ഇപ്പൊ നമ്മള് ഗ്യാസ്ട്രോ അതിന്റെ സ്പെഷ്യൽ ഡോക്ടറിനെ വേണമെങ്കിൽ റെഫർ ചെയ്യാം അല്ലെ. അതാണ് റഫറൽ SPL എന്ന് പറയുന്നത്. ഏതാ സ്പെഷ്യൽ എന്ന് ഉദ്ദേശിച്ചിട്ടാട്ടോ റെഫറൽ ഡോക്ടർ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലിനിക് ആണ് അവിടെ റെഫറൽ SPL എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്പെഷ്യലിസ്റ്റ് റെഫറൽ സ്പെഷ്യലിസ്റ്റ് അതായത് സ്പെഷ്യൽ ഡോക്ടർ ആണ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അല്ലെങ്കിൽ സ്പെസിഫിക് ക്ലിനിക് ആണ്, സ്പെഷ്യൽ ക്ലിനിക് ആണ് ആ പറഞ്ഞേക്കണേ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ഡോക്ടറിനെ നമ്മൾ കണ്ടിട്ട് ആ ഫാർമസിയിൽ നമ്മൾ എത്തി, ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു, മെഡിസിൻ കളക്ട് ചെയ്തു, നമ്മൾ തിരികെ പോരുന്നു. ക്ലിയർ ആയോ? ഇതിന്റെ ഇടയ്ക്ക് രണ്ട് കുഞ്ഞു കാര്യങ്ങള് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് ഡോക്ടർ പറയും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാ റെഫറൻസ് മറ്റ് സ്പെഷ്യൽ ഡോക്ടറിനെ സ്പെഷ്യൽ ക്ലിനിക്കുകളെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണാനോ ഒക്കെ റെഫർ ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ഫാർമസിയിൽ എത്തി ടോക്കൺ നമ്പർ എടുത്ത് വെയിറ്റ് ചെയ്ത് മരുന്നുകൾ മേടിച്ച് തിരികെ പോകുന്നു. ക്ലിയർ അല്ലേ? ജസ്റ്റ് ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ, നമുക്കറിയാം ആ പ്രൊസീജിയർ എന്താണ് എങ്കിലും ഒന്ന് നോക്കി വെക്കാം. ഇത് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ, ജസ്റ്റ് ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കുക കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. OPD പ്രോസസ്സ് ജസ്റ്റ് ആ ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ച് വെക്കുക എന്തൊക്കെയാണുള്ളത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മാനേജ്മെന്റ് സ്ട്രക്ചർ ആണ്. കുഞ്ഞു കാര്യമുള്ളൂ. മാനേജ്മെന്റ് സ്ട്രക്ചർ മാനേജ്മെന്റ് എന്തൊക്കെയാണ്? മാനേജ്മെന്റിന്റെ ഘടന എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതാണ് ആ പേഷ്യൻസിന്റെ ഫ്ലോ. OPD-യിലൂടെയുള്ള പേഷ്യൻസിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആക്കണം, ഈസി എളുപ്പമുള്ളതാക്കണം, ക്വിക്ക് വേഗത്തിലാക്കണം. അത് മാനേജ്മെന്റിന്റെ ഒരു അതിന്റെ രീതിയിലായിരിക്കണം OPD-യുടെ ആ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ. പേഷ്യന്റ് ഫ്ലോ സ്മൂത്ത്, ഈസി, ക്വിക്ക്. നമ്മൾ നല്ല സുഗമമാക്കണം, എളുപ്പമാക്കണം, പെട്ടെന്നാക്കണം.
പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. എന്തിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം? അതിന് ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ വേണം, അല്ലെ? അനുയോജ്യമായ ആവശ്യത്തിനുള്ള നമ്പർ ഓഫ് സ്റ്റാഫ്സിന്റെ ഒരു വ്യവസ്ഥ വേണം. ഒന്നോ രണ്ടോ പേരൊന്നും പോരാ OPD-ല്, അല്ലെ? അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫിന്റെ, ആ പേഷ്യൻസിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്മൂത്ത് ആക്കാനൊക്കെ ആയിട്ട് ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ, അത്രയും സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യണം. അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തതാണ് പാർക്കിംഗ്. പാർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി അടുത്തത് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ് ഒരു ഓർഗനൈസേഷണൽ കമ്പോണന്റ്? സംഘടനയുടെ ഘടകങ്ങൾ, കമ്പോണൻസ് എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ കമ്പോണൻസ്, ആ ഒരു ഓർഗനൈസേഷന്റെ, ഒരു സംഘടനയുടെ ഘടകങ്ങൾ. ഇതിന്റെ OPD-യുടെ ഘടകങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കി. മെഡിക്കൽ സ്റ്റാഫ് വേണം. കമ്പോണൻസ് ആണ് കേട്ടോ, ഓർഗനൈസേഷൻ കമ്പോണൻസ് ഓഫ് OPD. 4 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത്. മെഡിക്കൽ സ്റ്റാഫ്, അതെങ്ങനെയായിരിക്കണം? സെൻട്രൽ ടു ഓർഗനൈസേഷൻ. സെൻട്രൽ ടു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പല സ്ഥലങ്ങളില്, പല സ്പെഷ്യാലിറ്റികളിലായിട്ട് ചിതറിക്കിടക്കുന്നതിന് പകരം ഒരു സെൻട്രലൈസ്ഡ്, ഒരു ഏകീകൃതമായ വകുപ്പിനുള്ളിൽ തന്നെ ഡോക്ടർമാര്, നേഴ്സുമാര്, അഡ്മിനിസ്ട്രേറ്റർ ഉദ്യോഗസ്ഥന്മാര് എന്നിവരെല്ലാവരും ഉൾപ്പെട്ടിരിക്കണം. അതാണ് ഈ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള മാനേജ്മെന്റ്. സെൻട്രൽ ടു ഓർഗനൈസേഷൻ, സെൻട്രൽ ആയിരിക്കണം. ഒരൊറ്റ പോയിന്റ്, അതിന്റെ കീഴില് എല്ലാവരും ഒരൊറ്റ വകുപ്പിലോ, ഏകീകൃത വകുപ്പിനുള്ളില് ഡോക്ടർമാര്, നേഴ്സുമാര്, അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ഉൾപ്പെടണം. അങ്ങനെ ആയിരിക്കണം മെഡിക്കൽ സ്റ്റാഫ്. ഇനി നേഴ്സിംഗ് സ്റ്റാഫിൽ എന്തൊക്കെയാ? നേഴ്സസും ANM. എന്താ എക്സ്പാൻഡഡ് ഫോം? ANMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി. ഓർ ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. അതൊന്ന് എഴുതി വെച്ചേ അവിടെ. നേഴ്സിംഗ് സ്റ്റാഫ്, നേഴ്സസും ഓക്സിലറി നേഴ്സ്, മിഡ്വൈഫറി. രണ്ടെണ്ണം ശരി തന്നെയാണ് കേട്ടോ. രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻസ് വരികയെന്ന് അറിയില്ല, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഏതാണ്? ANMS. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഓക്സിലറി. AUXILIARY. ഓക്സിലറി. AUXILIARY. നേഴ്സ്. NURSE. auxiliary nurse. midwifery. MID WIFERY. auxiliary nurse midwifery. അടുത്തത് ഓർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. MIDWIFE. auxiliary nurse midwifery. ഡോക്ടർമാരെയും നേഴ്സുമാരുടെയും ഒക്കെ മേൽനോട്ടത്തില് അവര് പ്രവർത്തിക്കുക. പിന്നെ നമ്മള് ഡെലിവറി സമയത്തൊക്കെ നേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, ഡോക്ടറിനെ നേഴ്സിനെ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. പല ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും വേണ്ടിയിട്ടുള്ള പരിചരണം കാര്യങ്ങളൊക്കെ നൽകുക. ഇതൊക്കെയാണ് അവർക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടെണ്ണം എഴുതി വെച്ചോ നിങ്ങളത്? ഏത് രീതിയിലാണ് നമുക്ക് എക്സ്പാൻഡഡ് ഫോം ചോദിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ ഡൗട്ട് വേണ്ട. ഒന്നില്ലെങ്കിൽ നമുക്ക് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി എന്ന് പറയാം, അല്ലെങ്കിൽ ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. രണ്ടും ശരി തന്നെയാണ്. ഡോക്ടറിന്റെയും നേഴ്സിന്റെയും ഒക്കെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമ്മള് ഈ പ്രസവവും കാര്യങ്ങളൊക്കെ വരുമ്പോ ഡോക്ടർമാരെയൊക്കെ ഒപ്പം തന്നെ, അല്ലെ? അവർക്ക് നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങൾ, 2 വർഷത്തെ ഡിപ്ലോമയും അങ്ങനെയൊക്കെയാണ് മിഡ്വൈഫറി കോഴ്സ് അതൊക്കെ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉള്ള കെയർ കൊടുക്കുക, പ്രസവ കാര്യങ്ങള്, അതിനകത്തൊക്കെ അവര് നേഴ്സുമാരെയൊക്കെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്തതാണ് സബ്സെർവിയന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്.
സബ്സർവിയന്റ് എന്താ പറയാ ഒരു സഹായം പോലെ. അതായത് അവര് എന്താണ് ഇപ്പൊ ഡോക്ടറൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് എന്താ പറയാ ഡോക്ടറിന് മറ്റുള്ള ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ് ചിലപ്പോ എന്താ രോഗങ്ങള് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. നമ്മള് വെറുതെ നമ്മൾ പോയി കഴിഞ്ഞ ഒരു കാലിന് അല വീണു ഡോക്ടറിന് എന്നാന്ന് തന്നെ പറയാൻ പറ്റില്ല. ചിലപ്പോ എക്സ്റേ എടുക്കേണ്ട വരും അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ബ്ലഡ് ഇതിപ്പോ ഡോക്ടറിന് കറക്റ്റ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഇവർക്കുടെ സഹായം വേണം അല്ലെ? സബ്സർവിയന്റ് സ്റ്റാഫ്, അവര് ഹെൽപ്പ് ചെയ്യുന്നവരാണ് അല്ലെ? ഡോക്ടറിനൊക്കെ ആണെങ്കിലും ആ രോഗം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഹെൽപ്പ് വേണം. ECG, ലബോറട്ടറി, റേഡിയോളജി, ഇതിനകത്തൊക്കെ ഉള്ള സ്റ്റാഫുകൾ. ദെൻ അടുത്തതാണ് ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, റെക്കോർഡുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ OPD-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. അപ്പൊ അങ്ങനെ ക്ലറിക്കൽ സ്റ്റാഫും വേണം. ഇതാണ് ആ ഓർഗനൈസേഷണൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, സബ്സർവിയന്റ് സ്റ്റാഫ് ഉണ്ട്, ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്. ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്. അത് 4 ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. ഓർഗനൈസേഷണൽ കമ്പോണൻസ്. അപ്പൊ ഓർഗനൈസേഷണൽ കമ്പോണൻസിൽ വരുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാം. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലിയർ ആണോ? 4 ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ അതിനകത്ത് ANM, MS അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒന്ന് എഴുതി വെച്ചോട്ടോ. ഓക്സിലറി നേഴ്സ്, മിഡ്വൈഫറി. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എനിക്കാണെങ്കിൽ നല്ല കോൾഡ് ഉണ്ട് 2 ദിവസമായിട്ട്. എന്താണെന്ന് അറിയില്ല. ശനിയാഴ്ച വൈകിട്ട് വരെ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാത്രി ആയപ്പോഴത്തേക്കും ചെറിയ തൊണ്ടവേദന, ചെറിയൊരു പനി, ജലദോഷം കൂടിയായിട്ടൊരു സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. അത് കുഴപ്പമില്ല. ഭയങ്കര ഒരു വേദന കൂടിയായിട്ടേ. ഓക്കെ, ക്ലാസ് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് മാക്സിമം സൗണ്ടിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. സൗണ്ട് കുറവൊന്നും ഇല്ലല്ലോ. യെസ്. അപ്പൊ അത്രയും ആ ഓർഗനൈസേഷണൽ കമ്പോണൻസ് 4 നോക്കി വെക്കാം. ഇനി അടുത്തതാണ് പ്രോബ്ലംസ് അറ്റ് OPD. ഒരു OPD-യിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നിങ്ങൾ OPD ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിൽ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും OPD-യിൽ ചെന്നിട്ട് അവിടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഡോക്ടറിനെ കാണാനായിട്ട് നമുക്ക് OPD-യിൽ നമ്മൾ ചെല്ലാണ്. നമ്മൾ OPD-യിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ OPD-യിലെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങള്, പിന്നെ അടുത്തത് സ്പെസിഫിക് പ്രോബ്ലംസ്, അങ്ങനെ കുറച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ആർക്കും വന്നിട്ടില്ല ഇതുവരെ? ആർക്കും വന്നിട്ടില്ല? OP-യില് നമ്മൾ ചെന്നിട്ട് നമ്മളിപ്പോ ഡോക്ടറിനെ കാണാൻ ചെല്ലാണ്. യെസ്, അശ്വതിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ചും നമ്മള് എന്താ പറയാ, നമ്മള് ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോ നീണ്ടൊരു ക്യൂ ഉണ്ടാവൂല്ലോ അവിടെ അല്ലെ? ചിലപ്പോ ഉണ്ടാവാറില്ലേ? നമ്മളൊക്കെ എന്ത് ദൈവം ഇത് എപ്പോഴാണ് ഡോക്ടറിനെ കണ്ടിട്ട് പോകാന്ന്. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലേ? അല്ലാതെ നമ്മൾ ചെന്നൊക്കെ തന്നെ ആ സെക്കൻഡിൽ നമ്മൾ നേരെ ഓടി ഡോക്ടറിന്റെ റൂമിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ ഒരു നീണ്ട ഒരു ക്യൂ തന്നെ വരാം. ഭയങ്കര ക്രൗഡ്, ഭയങ്കര പേഷ്യൻസിന്റെ ഒക്കെ ഭയങ്കര തിരക്ക്. നമ്മളൊരു 30-ാമത്തെ 40-ാമത്തെ ആൾക്കാർക്കുടെ അല്ലെങ്കിൽ ഒരു 10-15 ആൾക്കാരുടെ ബാക്കിലായിരിക്കും നമുക്ക് നിൽക്കണ്ട തന്നെ. അങ്ങനത്തെ ഒരു പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഉണ്ടാകോ? ഉണ്ട്. മടുത്ത് വരെ പോന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് പോയപ്പോ, അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ പോയി രാത്രി പെട്ടെന്ന് ഒരു വയറുവേദനയായിട്ട് പെട്ടെന്ന് പോയതാ. എന്നിട്ട് അവിടെ നിന്ന് എപ്പോഴാണ് ഒരു 11:30 അങ്ങാണ്ടായിരുന്നു തോന്നുന്നു പിന്നേക്ക് എത്തിപ്പോ തിരിച്ചെത്തിപ്പോ നിന്ന് ഒരു കഷ്ടപ്പെട്ടു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഡോക്ടർ നമുക്ക് അവിടെ എമർജൻസി വരികയാണെങ്കിൽ പിന്നെയും ഡോക്ടർ ചിലപ്പോ നമ്മളെ അടുത്തെത്താറാകുമ്പോഴേക്ക് എമർജൻസി വരികയാണെങ്കിൽ വീണ്ടും ഡോക്ടർ നമ്മളെ ഇട്ട് പോകും. അപ്പൊ പിന്നെയും നമ്മൾ വൈകും അല്ലെ? അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലേ? കുറച്ചവർക്കൊക്കെ എന്തായാലും നമ്മൾ നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. എന്തായാലും ഉണ്ട്, കുറച്ച് പേര് തമ്മിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൽ എന്തൊക്കെയാ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ജനറൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ ഒരു OPD-യില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഏത് പറഞ്ഞിട്ട് ജനറൽ പ്രോബ്ലംസ്, ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ.
ഒന്നാമത്തെ നോക്കിയതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടർ, ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തൊരവസ്ഥ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്താ? ജനറൽ പ്രോബ്ലംസ് OPD നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസില് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടർ, ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തൊരവസ്ഥ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് there are a large number of patients waiting in front of the doctor's room. അല്ലേ? ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു മാല പോലെ ഇങ്ങനെ ചിലപ്പോ പേഷ്യൻസ് വെയിറ്റ് ചെയ്യാം. അതെന്താ കാണിക്കുന്നേ? ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തൊരവസ്ഥ. എന്തിന്? ടു സെർവ് ആസ് കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് പേഷ്യൻസ് who arrive at the clinic. ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, അതൊരു പ്രശ്നമാണ് അല്ലെ? ഒരു 100 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്ടർ ആണെങ്കിൽ എപ്പോ നോക്കി തീരാനാ? അല്ലെ? അതിനനുസൃതമായിട്ട് ആ പേഷ്യൻസിനെ എന്താണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്ടർമാര് വേണം. ഒരു 3-4 ഡോക്ടർമാരുണ്ടെങ്കിൽ വേഗം വേഗം നോക്കി പോകാം അല്ലെ? ഇതിപ്പോ ഒരു ഡോക്ടർ തന്നെ എത്ര പേഷ്യൻസിന് നമുക്ക് നോക്കാൻ പറ്റും? എങ്ങനെയായാലും ഒരു 5 മിനിറ്റ് എങ്കിലും, 2-3 മിനിറ്റ് എങ്കിലും ഒരു പേഷ്യന്റിന് വേണ്ടി അവർ ചെലവാക്കണ്ടേ അല്ലെ? ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് കൂട്ടാം. നമ്മൾ ചെന്ന് നമ്മുടെ സിംറ്റംസ് പറഞ്ഞ് ഡോക്ടർ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തരും ഒരു 5 മിനിറ്റോളം. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ, മറന്നുപോലല്ലോ. നമ്മള് പേഷ്യൻസിന്റെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത ഒരവസ്ഥ. രണ്ടാമത് നോക്കിയേ, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. രണ്ടാമത്തെ പ്രശ്നം എന്താ? അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇൻഅപ്രോപ്രിയേറ്റ് ഷോർട്ട് ചെയ്ത് പറയണേ കേട്ടോ. ജനറൽ പ്രോബ്ലംസിൽ ഒന്നാമത്തെ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടർ, അത്രയും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഏത്? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അനുയോജ്യമല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കറക്റ്റ് അല്ല, അതിന് ഇതല്ല. അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് no priority over non-appointment patient. This creates a congestion in the clinic during the beginning of the day. ശരിയാണോ? ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസ് ഇല്ലേ, അവരെക്കാളും പ്രിയോറിറ്റി ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ആ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിന് നൽകുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? ദിസ് ക്രിയേറ്റ് എ കൺജക്ഷൻ. എന്ന് വെച്ചാൽ ഒരു തിരക്ക്, വലിയ തിരക്ക് ഉണ്ടാവാം ഇൻ ദ ക്ലിനിക് ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ. ആ ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തവര് രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞ അവര് മോസ്റ്റ് ഒരു 7:45, 8 മണിയോടെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത കുറെ പേര് വരുവാണെങ്കിൽ അല്ലെ, അവർക്ക് മുൻഗണന, ഇവരെക്കാളും മുൻഗണന അവർക്ക് കൊടുക്കുകയാണെങ്കിലും എന്താ, അപ്പോയിന്റ്മെന്റ് എടുത്തവരവിടെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെ ആ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കറക്റ്റ് അല്ലാതെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അനുയോജ്യമല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അത് ഒരു പ്രശ്നമാണ് അല്ല. അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രിയോറിറ്റി, അവർക്കല്ല പ്രിയോറിറ്റി അവിടെ കൊടുക്കണേ. കണ്ടോ? അവർക്ക് കൊടുക്കാതെ വരുമ്പോൾ ഏതിനെ വെച്ചിട്ട്? ഓവർ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ്. അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിനേക്കാളും നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസിന് അവർക്ക് പ്രിയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ, അപ്പോയിന്റ്മെന്റ് എടുത്തവരെക്കാളും അവർക്കാണ് പ്രിയോറിറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് എന്തുണ്ടാകാം? വലിയ തിരക്ക് അനുഭവപ്പെടാം. ഇനി അടുത്തതാണ് മൂന്നാമത്തെ, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. ഇത് അടുത്തൊരു കാര്യം. മെഡിസിൻ റൂമില് ഭയങ്കര വെയിറ്റിംഗ് ടൈം, കുറെ നേരം മെഡിസിൻസ് ചിലപ്പോഴൊക്കെ നമ്മൾ ഫാർമസിയിലൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ മെഡിസിൻ റൂമില് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ. മൂന്നാമത്തെ അണ്ടർലൈൻ ചെയ്തിട്ട്, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. മെഡിസിൻ റൂമില് കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ. ആഫ്റ്റർ ദ പേഷ്യൻസ് റിസീവ് ദ പ്രിസ്ക്രിപ്ഷൻ ഫ്രം ദ ക്ലിനിക് കൗണ്ടർ, ദ പേഷ്യൻസ് ആർ ഡയറക്റ്റഡ് ടു മെഡിസിൻ റൂം. ഇതിലേക്ക് നമ്മൾ ചെല്ലും ടു റിമിറ്റ് ദ ഫീസ് ആൻഡ് റിസീവ് ദ മെഡിസിൻസ്. കണ്ടോ? ഫീസ് നമ്മൾ ആദ്യം തന്നെ അതിന്റെ പൈസ അടച്ച് മെഡിസിൻ സ്വീകരിക്കുന്നതിനായിട്ട് പേഷ്യൻസിനെ മെഡിസിൻ റൂമിലേക്ക് അയക്കും അല്ലെ?
അപ്പൊ നമ്മൾ ആദ്യം ഫീസ് അടച്ചിട്ട് മെഡിസിൻസ് വാങ്ങാനായിട്ട് പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് മെഡിസിൻ റൂമിലേക്ക് അയക്കും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര മെഡിസിൻ റൂമില് വലിയൊരു വെയിറ്റിംഗ്, കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ട വരികയാണെങ്കിൽ, ഇത് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് പേരുണ്ടെങ്കിലോ അല്ലെ, അല്ലെങ്കിൽ അത് അവിടെയും നമ്മള് ചിലപ്പോ എടുത്തു തരാനായിട്ട് സ്റ്റാഫിന്റെ കുറവൊക്കെ മൂലം ചിലപ്പോ കുറെ നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വരാം. അതൊരു പ്രശ്നമാണ്. ഫീസ് അടച്ച് മെഡിസിൻ സ്വീകരിക്കുന്നതിനായിട്ട് പേഷ്യൻസിനെ മെഡിസിൻ റൂമിലേക്ക് അയക്കും. അപ്പൊ അവിടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാം. റെമിറ്റ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നുള്ള കേട്ടോ. ടു റെമിറ്റ് ദ ഫീസ് അടയ്ക്കുക. മെഡിസിൻ റൂം ടു റിമിറ്റ് ദ ഫീസ് ആൻഡ് റിസീവ് ദ മെഡിസിൻ. ഫീസ് അടച്ച് മെഡിസിൻസ് വാങ്ങാനായിട്ട് മെഡിസിൻ റൂമിലേക്ക് പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ, അയക്കുമ്പോൾ അവിടെ എന്താണ് മെഡിസിൻ റൂമിൽ വലിയൊരു വെയിറ്റിംഗ്, കുറെ നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട വരാം. പിന്നെ അടുത്തതാണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. അവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുടെ കുറവ്. OPD-യില് ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് കുറവ്, അതിന്റെ ഷോർട്ടേജ്. ഇനി അഞ്ചാമത്തെയാണ് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്, സഫീഷ്യന്റ് ആയിട്ടുള്ള അനുയോജ്യം ആവശ്യത്തിനുള്ള ട്രെയിനിങ് കിട്ടാത്തത് കേട്ടോ. ഓഫ് മെഡിക്കൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റാഫ് ആണ് കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ് കൺസേണിങ് ഔട്ട് പേഷ്യന്റ് ബേസിസ് ആംബുലേറ്ററി കെയർ, ഔട്ട് പേഷ്യന്റ് കെയർ. അതിന് നമുക്ക് എന്താണ് ഈ മെഡിക്കൽ സ്റ്റാഫിന് ആവശ്യത്തിന് ട്രെയിനിങ് ഇല്ലാത്തൊരവസ്ഥ, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്. അതായത് നമുക്ക് ആ ആംബുലേറ്ററി കെയറിനെ കുറിച്ച് മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര ആ ട്രെയിനിങ് കിട്ടാത്ത അങ്ങനെയുള്ള ഒരു സംഭവം, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്. ഇനി അടുത്തതാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് അതർ ഡിമാൻഡ്സ്. ഫ്രാഗ്മെന്റേഷൻ, പരിചരണ, നമ്മൾ കൊടുക്കുന്ന കെയറിന്റെ വിഘടനം. ഫ്രാഗ്മെന്റ്, പല പല തരങ്ങളായിട്ട് നമ്മൾ തിരിക്കുകയാണ് ആ കെയർ, പല പല സെക്ഷനുകളായിട്ട് തിരിക്കണേല്. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ വിഭജിക്കുക എന്നുള്ളത് ഒരു ഇതാട്ടോ. പരിചരണത്തിന്റെ വിഘടനം. പുവർ കമ്മ്യൂണിക്കേഷൻ കുറവ്, ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന കുറവ്. ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഡിമാൻഡ്, അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് അപര്യാപ്തമായിട്ടുള്ള മനസ്സിലാക്കൽ. അവരുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള അപര്യാപ്തമായിട്ടുള്ള ധാരണ. ഇതൊക്കെ OPD-യിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ജനറൽ പ്രശ്നങ്ങളാണ്. ഇനി അടുത്തത് an organizational structure geared to traditional preferences and the needs of the providers. കേട്ടോ. ഇനി പണ്ടത്തെ ആ ഓർഗനൈസേഷന്റെ, ആ ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ എങ്ങനെ, നമ്മൾ ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങള്, പരമ്പരാഗത മുൻഗണനകൾക്ക്, പിന്നെ അതുപോലെ തന്നെ ആ പ്രൊവൈഡേഴ്സിന്റെ ആവശ്യകതകൾക്ക് പ്രിഫറൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമുക്ക് ആ പ്രൊവൈഡേഴ്സിന്റെ ട്രഡീഷണൽ പ്രിഫറൻസ്, പരമ്പരാഗതമായിട്ടുള്ള ആ മുൻഗണനകളും അവരുടെ ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. പേഷ്യൻസിനാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതിന് പകരം അത് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ, അത് ആ സർവീസ് നൽകുന്നവരുടെ ആവശ്യങ്ങളും പരമ്പരാഗതമായിട്ടുള്ള മുൻഗണനകളും ഒക്കെ അതിന് നമ്മള് അതിലേക്ക് അങ്ങനെ കണക്കിലെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന പ്രശ്നങ്ങള്. പിന്നെ അടുത്ത് നോക്കിയേ, ഓർഗനൈസേഷണൽ, അത് നമ്മൾ പറഞ്ഞു അല്ലെ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസസ് ആൻഡ് നീഡ്സ് ഓഫ് ദ പ്രൊവൈഡേഴ്സ്. ഇനി അടുത്തതാണ് റെസിസ്റ്റന്റ് ടു ചേഞ്ച്. റെസിസ്റ്റന്റ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളോടുള്ള ആ ഒരു പ്രതിരോധം, അല്ലെങ്കിൽ മാറി വരുന്ന കാര്യങ്ങള് അത് ഫോളോ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ പുതിയ പുതിയ സിസ്റ്റങ്ങള്, പുതിയ പണ്ടത്തെ പോലെ ഒന്നല്ല, പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നത് അല്ലെ. അപ്പൊ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? ആ മാറ്റങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടണം. അത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് അങ്ങനെ എപ്പോഴും പണ്ടത്തെ രീതി വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അതാണ് ന്യൂ സിസ്റ്റംസ്, ഹോസ്പിറ്റലിന്റെ പോളിസി, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുമ്പോൾ
അത് നമ്മൾ എപ്പോഴും അത് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രതിരോധം, മാറ്റങ്ങളോട് ആ ചേഞ്ച്, ആ മാറ്റത്തിനോടുള്ള പ്രതിരോധം, അതായത് അത് നമ്മൾ അത് ഫോളോ ചെയ്യണം അല്ലെ. അത് അങ്ങനെ ചെയ്യാതെ വരുമ്പോഴൊക്കെ പല പ്രശ്നങ്ങളും വരാം. ഇതൊക്കെയാണ് ജനറൽ പ്രോബ്ലംസിന്റെ തരുന്നത്. അപ്പൊ OPD-യിലെ ജനറൽ പ്രോബ്ലംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഒന്ന് വായിച്ചു നോക്കിയ 8 പോയിന്റ്സ് ഉണ്ട്. എന്നിട്ട് വായിച്ചിട്ട് ഷോർട്ട് ചെയ്ത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. സിക്സ്ത് പോയിന്റ്. ഓക്കെ, സിക്സ്ത് പോയിന്റ് പറയാട്ടോ. ബാക്കിയൊക്കെ ഓക്കെ ആണോ? ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, എയ്ത്ത് ഒന്നുകൂടി പറയൂ. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താ? ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടർ. അതായത് നമ്മൾ OP-യിൽ വരുന്ന പേഷ്യൻസ് അവരുടെ എണ്ണവുമായി അവരുടെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്ടർമാരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് OPD-യിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത്. രണ്ടാമത്തേതാണ് നമുക്ക് അനുയോജ്യമല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അതായത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുന്ന പേഷ്യൻസ് ഇല്ലേ, അവരെക്കാളും മുൻഗണന നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവിടെ എന്താ, ആ ഡേയുടെ ആ ബിഗിനിങ് ആരംഭത്തിൽ തന്നെ ആ ക്ലിനിക്കില് വലിയൊരു തിരക്ക് അനുഭവപ്പെടാം. അപ്പോയിന്റ്മെന്റ് എടുത്തവരേക്കാൾ അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിന് മുൻഗണന പ്രയോറിറ്റി നൽകുകയാണെങ്കിൽ അപ്പൊ എന്ത് സംഭവിക്കാം? ദിസ് ക്രിയേറ്റ് കൺജൻഷൻ, അതവിടെ ഒരു വലിയൊരു തിരക്ക് അനുഭവപ്പെടാം. മൂന്നാമത്തെയാണ് മെഡിസിൻ റൂമില് നമ്മൾ ഒരുപാട് സമയം ടൈം വെയിറ്റ് ചെയ്യേണ്ടത്, ദീർഘസമയം വെയിറ്റ് ചെയ്യേണ്ടത്. മെഡിസിൻസ് വാങ്ങാനായിട്ടേ നമ്മള് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ക്ലിനിക്കൽ കൗണ്ടറിൽ നിന്ന് കിട്ടി, അത് കഴിഞ്ഞ് മെഡിസിൻ വാങ്ങാനായിട്ട് മെഡിസിൻ റൂമില് ഒരുപാട് സമയം ഇരിക്കേണ്ടി വരുമ്പോൾ. ഇനി അടുത്തതാണ് നാലാമത്തെ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ കുറവ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ? ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്. ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിന് ട്രെയിനിങ് ഇല്ല, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ കുറവ്, അവർക്ക് വേണ്ട പരിശീലനങ്ങളുടെ കുറവ്, സഫിഷ്യന്റ് അല്ല, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്, ആവശ്യത്തിന് അവർക്ക് പരിശീലനം കിട്ടാത്തത് ഓഫ് മെഡിക്കൽ പേഴ്സണൽ. മെഡിക്കൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ്, പേഴ്സണൽ ആരാണ്? സ്റ്റാഫ്, PERSONNEL. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫിന് ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടാത്തൊരവസ്ഥ. എന്തുമായി ബന്ധപ്പെട്ട്? കൺസേണിങ് ആംബുലേറ്ററി കെയർ, ഔട്ട് പേഷ്യന്റ് കെയർ. ഔട്ട് പേഷ്യന്റ് പരിചരണത്തില് ആ മെഡിക്കൽ സ്റ്റാഫിന് ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടാത്തത്. നല്ല ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ അവർക്ക് വേഗം കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഔട്ട് പേഷ്യന്റ്, ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ബേസസ് ആണ്. ആംബുലേറ്ററി ബേസസ് എന്ന് നമ്മൾ പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് കെയർ, അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടാത്തൊരവസ്ഥ, അതൊരു പ്രശ്നമാണ്. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ. കിട്ടിയോ? ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ, മെഡിക്കൽ സ്റ്റാഫിന് ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടാത്ത ഒരവസ്ഥ. ഇൻസഫിഷ്യന്റ് ആണ്, ആവശ്യത്തിന് ഇല്ല, ആവശ്യത്തിന്റെ ട്രെയിനിങ് അവർക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ ഉള്ളൊരവസ്ഥ.
ഇനി അടുത്തതാണ് ആറാമത്തെ പോയിന്റ്, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. ആ കെയർ, പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിനെ പല ഘട്ടങ്ങളാക്കി തിരിക്കാം. അതായത് നമ്മൾ നേരെ ചെന്ന് എന്താ പറയാ, ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ മുതൽ പറഞ്ഞില്ലേ, അവർക്ക് കൊടുക്കുന്ന പരിചരണം നമ്മൾ ഒറ്റയടിക്കല്ലോ, അത് പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് പല ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മള് നമ്മൾ ആ ഒ പി ഡിയിലെ പ്രോസസ്സ് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒ പി ഡിയിലെത്തി, രജിസ്ട്രേഷൻ നടത്തി, രജിസ്റ്റർ ചെയ്തിട്ട് ടോക്കൺ കിട്ടി, എന്നിട്ട് നമ്മൾ അവിടെ വെയിറ്റിംഗ് റൂമിൽ പോയി, എന്നിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഇനി ചിലപ്പോൾ ഡോക്ടർ വല്ല റെഫറൻസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് നോക്കി, പിന്നെ തിരിച്ച് മരുന്ന് മേടിച്ചു, അങ്ങനെയൊക്കെ ആ ഒരു പ്രോസസ് ഇല്ലേ. അപ്പൊ ആ ഒ പി ഡിയിലെ കൊടുക്കുന്ന കെയർ അതിന് പല ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചേക്കണേ. അല്ലാതെ നേരെ ചെന്ന ഡോക്ടറെ കണ്ടു പോവുകയല്ല നമ്മള്. അത് പല പല ഘട്ടങ്ങളുണ്ടാവും. അവിടെ കൊടുക്കുന്ന കെയർ, പരിചരണം, അതിനെ പല ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചേക്കണേ. എന്താ പറയാ, ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ വിഘടിക്കുക, പല പല ഘട്ടങ്ങളാക്കി തിരിക്കുക, ഫ്രാഗ്മെന്റ്സ് ആക്കുക എന്നാണ്. അതുപോലെ തന്നെ അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ്, പുവർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മളാണെങ്കിലും നേരെ നമ്മൾ ബില്ലടച്ച ഫാർമസിയിൽ ഒക്കെ ആണെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഷീറ്റ് അതിന് മുന്നേ തന്നെ അവിടെ എത്തിയിരിക്കണം. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവര് ചിലപ്പോ മെഡിസിൻസ് ഒക്കെ എന്താ പറയാ കളക്ട് ചെയ്തിട്ടുണ്ടാവും, എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അവര് അപ്പൊ തന്നെ ഉടനടിയാത്ത എന്താണ് നേരെ ഫാർമസിയിലേക്ക് അപ്പത്തേക്കും എത്തണം. അല്ലാതെ നമ്മുടെ ഷീറ്റ് കൊണ്ട് കൊടുത്തിട്ട് അവര് മരുന്ന് എടുത്തു വെക്കുന്ന സിസ്റ്റം അല്ലല്ലോ ഇപ്പൊ. നമ്മൾ നേരെ കണ്ടു കഴിഞ്ഞിട്ട് ഫാർമസിയിലേക്ക് ചെന്നാൽ മതിയല്ലോ. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഫാർമസിയിൽ അവർക്ക് സിസ്റ്റത്തിലേക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ കുറവ്. പിന്നെ അടുത്തത് അവരുടെ ആവശ്യങ്ങള്, ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സിലാക്കുന്നില്ല, അനുയോജ്യമല്ലാത്ത, ആവശ്യത്തിനില്ല, അതാണ് ആഡിക്വേറ്റ് എന്ന് വെച്ചാൽ മതിയായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ്, അത് ആ ധാരണ അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത അവസ്ഥ, അവരുടെ ആവശ്യങ്ങള്, അതായത് പേഷ്യൻസിന്റെ ആവശ്യങ്ങള് അതിന്റെ മനസ്സിലാക്കാത്തതിന്റെ കുറവ്, അപര്യാപ്തത, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ്. കെയറിന്റെ പല തരം, കൊടുക്കുന്ന പരിചരണം അതിന്റെ പല ഘട്ടങ്ങളായിട്ട് ഇരിക്കുന്നത്, അവർക്കിടയിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ കുറവ്, പിന്നെ അവരുടെ ആവശ്യം, പേഷ്യൻസിന്റെ ആവശ്യങ്ങള് അത് മര്യാദയ്ക്ക് മനസ്സിലാക്കാത്ത ഒരവസ്ഥ. ക്ലിയർ ആയോ? ഈ ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസസ് ആൻഡ് നീഡ്സ് ടു ദ പ്രൊവൈഡേഴ്സ്. ഇനി ആ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലിന്റെ ഒരു ഘടന ഉണ്ടല്ലോ, ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് എന്തിലേക്ക് വഴിയാണ്? ട്രഡീഷണൽ പ്രിഫറൻസസ് ആൻഡ് നീഡ്സ് ഓഫ് ദ പ്രൊവൈഡേഴ്സ്, അവരുടെ ആവശ്യങ്ങള്. ഇത് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലല്ല, ഇത് പ്രൊവൈഡ് ചെയ്യുന്നവരാരാ? നമുക്ക് ആ സർവീസ്, ഇപ്പൊ ഒ പി ഡിയില് അത് സർവീസുകൾ തരുന്നത് ആ പ്രൊവൈഡേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ, അത് പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ, പരമ്പരാഗതമായിട്ടുള്ള മുൻഗണനകൾക്കും ഈ അവരുടെ പ്രൊവൈഡേഴ്സിന്റെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ അതൊരു പ്രശ്നമാണ്. നമ്മൾ ആരെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം? നമ്മുടെ പേഷ്യൻസിനെയാണ് നമുക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഫ്രണ്ട് ഓഫീസിൽ പഠിച്ചില്ലേ, ആർക്കാണ് അവിടെ ഹോസ്പിറ്റലിൽ മുൻഗണന കൊടുക്കേണ്ടത്? പ്രൊവൈഡേഴ്സിനാണോ? അത് ആ സർവീസ് തരുന്നവർക്കാണോ? അതോ പേഷ്യൻസിനാണോ? ആർക്കാ മുൻഗണന കൊടുക്കണ്ടേ? പ്രിഫറൻസ് നമുക്ക് തന്നെ. പേഷ്യൻസിന്റെ ആവശ്യകതകള് അല്ലെങ്കിൽ അവർക്ക് നല്ല എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ? പേഷ്യൻസിനാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എന്നാൽ പേഷ്യൻസിന് മുൻഗണന കൊടുക്കുന്നതിന് പകരം ആ പ്രൊവൈഡേഴ്സിന്റെ ആവശ്യങ്ങള്, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള മുൻഗണനകള്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ അവർ ആ രീതിയിലാണ്, അവർക്ക് പ്രൊവൈഡേഴ്സിനാണ് ആവശ്യങ്ങൾക്കൊക്കെയാണ് മുൻഗണന കൊടുക്കണമെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തതാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റത്തിനോടുള്ള പ്രതിരോധം. അതായത് ഇങ്ങനെ ഹോസ്പിറ്റലിലെ പുതിയ പുതിയ സിസ്റ്റങ്ങള് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ അതിനോട് മാറണം, അതിനോട് പൊരുത്തപ്പെടണം. അല്ലാതെ ഞങ്ങൾക്ക് അത് പറ്റൂല, ഞങ്ങൾ പണ്ടത്തെ പോലെ തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പ്രശ്നം തന്നെയാണ്.
ആ ചേഞ്ചിനോടുള്ള പ്രതിരോധം, ആ മാറ്റങ്ങൾക്ക് അവർ മാറാൻ തയ്യാറാവാതിരിക്കുന്നത് ഒരു പ്രശ്നമാണ്. ഉണ്ടോ? അതായത് പുതിയ സിസ്റ്റങ്ങൾ വരികയാണെങ്കിൽ, പോളിസികള്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ, ആ ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മള് റെക്കോർഡ്സ് ഇതൊക്കെ നമ്മൾ പണ്ട് എന്ന് പറഞ്ഞ ചീറ്റിൽ എഴുതി വെക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആക്കിയില്ലേ, കമ്പ്യൂട്ടർ ആക്കിയില്ലേ, കമ്പ്യൂട്ടറൈസ്ഡ് ആയില്ലേ. അപ്പൊ അങ്ങനെ അത് കൊണ്ടുവരുമ്പോൾ, അതൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ, കാര്യങ്ങൾ ഇതൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ, പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവരുമ്പോൾ ഒക്കെ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, ആ മാറ്റങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടണം. അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അത് കൊണ്ടുവരണം. എന്നാൽ അതിന് ആ ചേഞ്ച്, ആ മാറ്റങ്ങളോട് പ്രതിരോധം, റെസിസ്റ്റ് ചെയ്യുക, അതിനെ പ്രതിരോധിക്കാത്തത്, അതൊന്നും നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യൂല, ആ രീതിയിൽ നിൽക്കുമ്പോൾ അത് പ്രശ്നമാണ്. ഇപ്പൊ മനസ്സിലായോ നോക്കെ? 5ഉം 6ഉം 7ഉം 8ാമത്തെ പോയിന്റും. ഇനി ഏതെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ. ഒന്നാമത്തെ 5ാമത്തെ പോയിന്റില് ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടാത്തത്. ആ മെഡിക്കൽ സ്റ്റാഫിന് ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ടു, അതൊരു പ്രശ്നമാണ്. കണ്ടോ? രണ്ടാമത്തേതാണ് നമ്മൾ നമുക്ക് കൊടുക്കുന്ന പരിചരണം, അതിന് പല പല ഘട്ടങ്ങളാക്കി തിരിക്കുന്നത്. പിന്നെ അവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ്, പിന്നെ അവരുടെ ആവശ്യകതകളെ മതിയായ രീതിയിൽ മനസ്സിലാക്കാത്തത്. ഇപ്പൊ പേഷ്യൻസിന്റെ ആവശ്യങ്ങള് വേണ്ട രീതിയിൽ അവര് എന്താ പറയാ മനസ്സിലാക്കാത്തത്, അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്തതാണ് നമുക്ക് ആ പ്രൊവൈഡേഴ്സിന് ഇമ്പോർട്ടൻസ്, അവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ പേഷ്യൻസിന് പ്രിഫറൻസ് കൊടുക്കണ്ടേ? ഉണ്ടോ? അപ്പൊ പരമ്പരാഗതമായിട്ടുള്ള മുൻഗണനകൾക്കും പ്രൊവൈഡേഴ്സിന്റെ ആവശ്യകതകൾക്കുമാണ് ഓർഗനൈസേഷൻ മുൻതൂക്കം നൽകണതെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ മാറ്റങ്ങൾ, ഹോസ്പിറ്റലിൽ വരുന്ന പുതിയ പുതിയ സിസ്റ്റം, സോഫ്റ്റ്വെയർ, പുതിയ പുതിയ ടെക്നോളജി, അതിനോട് മാറാതിരിക്കുന്നത്. ആ മാറ്റം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് മാറണം, അതിനനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടണം. അത് പുതിയ പുതിയ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിനോട് പ്രതിരോധിക്കുന്നത്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റത്തിനെതിരായിട്ടുള്ള പ്രതിരോധം, അവര് മാറാതിരിക്കുന്നത്, മാറ്റത്തിനെതിരെയായിട്ടുള്ള പ്രതിരോധം. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ജനറൽ പ്രോബ്ലംസിൽ വരുന്നത്. ഇനി ബി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പ്രോബ്ലം. ഇത് കൂടാതെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത് ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാട്ടോ. ഒരു OPD-യില് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 8 പോയിന്റ്സ് പറഞ്ഞത്. ഇനി പ്രത്യേക പ്രശ്നങ്ങളുണ്ട്, അവിടെ തീർന്നില്ല പ്രശ്നങ്ങൾ. അതെ, സ്പെസിഫിക് പ്രോബ്ലംസ്, പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒന്നാമത് നോക്കിയേ, ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ഓക്സിലറീസ് ആർ done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. കണ്ടോ? ഡ്യൂട്ടീസ് ഇപ്പൊ നമ്മുടെ ഡോക്ടർമാര് കൺസൾട്ട് ചെയ്തു അല്ലെ, ഡോക്ടർമാരുടെ കൺസൾട്ടിന് ശേഷം ആ ഡ്യൂട്ടീസ് നമുക്ക് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ, അതല്ലേ ഓക്സിലറീസ്, അവരെ അസിസ്റ്റ് ചെയ്യുന്നവര്. ഡോക്ടർ ഇന്ന കാര്യങ്ങളൊക്കെ നേരെ കൺസൾട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരെ അസിസ്റ്റ് ചെയ്യുന്നവരില്ലേ, അവരെ അസിസ്റ്റ് ചെയ്യുന്നവര്, അവരെ ഏറ്റെടുക്കുന്ന ചുമതലകള് പെട്ടെന്ന് ചെയ്യുന്നു. ഹറിഡ്ലി എന്ന് പറഞ്ഞ എന്താ? ഹറി, പെട്ടെന്ന്, വേഗത്തിൽ അവർ ചെയ്യുന്നു, പെട്ടെന്ന് ചെയ്യുന്നു. ഇപ്പൊ ഡോക്ടർമാര് കൺസൾട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞ കാര്യങ്ങള് അവരെ അസിസ്റ്റ് ചെയ്തു, ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഓക്സിലറീസ് അവര് വേഗത്തിൽ തിടുക്കത്തില് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് അനുയോജ്യമല്ലാത്ത ഒരു ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കും. അവര് തിടുക്കം പിടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞതാവണമെന്നില്ല, ചിലപ്പോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നാലോ, അല്ലെങ്കിൽ തിടുക്കം പിടിച്ച് ചെയ്യാല്ലേ, അതൊക്കെ നമ്മൾ സൂക്ഷിച്ചല്ലേ ചെയ്യണം. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അപ്പൊ അത് ഇപ്പൊ അവർക്ക് അശ്രദ്ധ കുറവുകൊണ്ടേ ഇപ്പൊ നമ്മൾ 1 വീതം 3 നേരം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോ 1 വീതം 2 നേരം അവർ പെട്ടെന്നേ അതാ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോ ശ്രദ്ധയില്ലാതെ വന്ന് അങ്ങനെയൊക്കെ വരാം. അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഓക്സിലറീസ്, അത് ഡോക്ടറിന്റെ അസിസ്റ്റന്റ്, അവരെ അസിസ്റ്റ് ചെയ്യുന്നവര് തിടുക്കത്തിന് അത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അതെന്തിനു കാരണമാകാം? അനുയോജ്യമല്ലാത്ത ഡോക്യുമെന്റേഷനിലേക്ക് കാരണമാകാം. ദിസ് ക്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ. എന്ത് സംഭവിക്കാം? അനുയോജ്യമല്ലാത്ത ഡോക്യുമെന്റേഷനിലേക്ക് നയിക്കാം. ഇനി രണ്ടാമത്തെ നോക്കിയേ, auxiliary staff sometimes misbehave with the patients. അടുത്ത കാര്യം എന്താ?
ഓക്സിലറി സ്റ്റാഫ്സ്. അവർ ഓക്സിലറി എന്ന് പറഞ്ഞാൽ എന്താ? അവരെ അസിസ്റ്റ് ചെയ്യുന്നവര്, ഡോക്ടറിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഓക്സിലറി സ്റ്റാഫ് എന്ന് പറയുന്നത്. സഹായിക്കുന്നവര്, ഓക്സിലറി എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നുള്ള ഒരു മീനിങ് കേട്ടോ. സഹായികൾ, അവരെ അസിസ്റ്റ് ചെയ്യുന്നവര്, ഡോക്ടറിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നവര്. ചിലപ്പോ എന്താ, സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യന്റ്, പേഷ്യൻസിനോട് മോശമായി ചിലപ്പോ പെരുമാറാം. അതൊരു പ്രശ്നമാണ്. ഉണ്ടോ? അവര് ചിലപ്പോ ഇപ്പൊ ഡോക്ടർ നല്ല ഇതൊക്കെ ആയിട്ട് പറഞ്ഞു തന്നത്, ചിലപ്പോ അവര് എന്താണ് ഓക്സിലറി സ്റ്റാഫ്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവരുടെ സഹായികൾ ചിലപ്പോ പേഷ്യൻസിനോട് മോശമായിട്ട് പെരുമാറാം. ഇനി അടുത്ത് നോക്കി, ഇൻ ആബ്സെൻസ് ഓഫ് ആൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. കണ്ടോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ് അതിന്റെ ആബ്സെൻസ്. In absence of an appointment system, patients start accumulation even before office time start. Appointment system ത്തിന്റെ absence, appointment എടുക്കേണ്ട ഒരു ഇതില്ല, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. നേരെ ഡോക്ടറിനെ ചെന്ന് കാണാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേഗം ചെയ്യുന്ന ആദ്യം ചെന്ന ഡോക്ടറിനെ കണ്ടുപോരാലോ എന്ന് വിചാരിച്ച് എല്ലാവരും ഓടി ആ ഓഫീസ് ടൈം തൊടുന്നതിനേക്കാൾ മുന്നേ ഓഫീസിന്റെ ഫ്രണ്ടില് ക്യൂ ആയിട്ട് നിൽക്കും. അക്യുമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കുമിഞ്ഞു കൂടുക. പേഷ്യൻസ് സ്റ്റാർട്ട് അക്യുമുലേഷൻ. പേഷ്യൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടെ തടിച്ചുകൂടാൻ അല്ലെങ്കിൽ കുഞ്ഞുകൂടാൻ തുടങ്ങും. ആ ഓഫീസ് ടൈം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ. ക്രിയേറ്റിംഗ് എ ലോങ് ക്യൂ, അതെന്തിന് കാരണമാകാം? വലിയ ക്യൂവിന് കാരണമാകാം. പേഷ്യൻസ് even before the arrival of the doctor. അപ്പൊ ഡോക്ടർ എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ എന്താ, വലിയ ഒരു ക്യൂ വരുന്നതിന് കാരണമാകാം. അതെന്തുകൊണ്ട് അങ്ങനെ വന്നെ? ഇൻ ആബ്സെൻസ് ഓഫ് ആൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് നേരെ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാന്നാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ കറക്റ്റ് സമയത്ത്, ചിലവരോട് പറയും 8 മണിക്ക് എല്ലാം പറയും, ചിലവരോട് 9 മണിക്ക് എല്ലാം പറയാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ചിലർക്ക് 11 മണി 11:30 അങ്ങനെ ഓരോരുത്തർക്ക് സമയം കൊടുക്കുമ്പോ അത്രയും തിരക്ക് വരൂല. അപ്പൊ എല്ലാവരും അവർക്ക് പറഞ്ഞിട്ടുള്ള ചെയ്തിട്ടുള്ള ടൈമിൽ എത്തുള്ളൂ. പക്ഷെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാന്നാണെങ്കിലോ എന്ത് ചെയ്യും? നമ്മള് നേരത്തെ പോയാൽ ഡോക്ടറിനെ വേഗം കാണുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ഓടിപ്പടിച്ച് നേരത്തെ രാവിലെ തന്നെ ചെന്ന് ക്യൂ നിൽക്കും അല്ലേ? അപ്പൊ അവിടെ എന്താണ്, ആ ഒരു നമ്മുടെ ഓഫീസ് ടൈം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡോക്ടർ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു വലിയൊരു ക്യൂ അവിടെ വരാം. ഡോക്ടറിനെ എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ പേഷ്യൻസിന്റെ വലിയൊരു ക്യൂ സൃഷ്ടിക്കാം. ഇതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം. കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്ന തടസ്സം. കൺസൾട്ടേഷന്റെയോ അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങൾ അതിന്റെയൊക്കെ തടസ്സം. പിന്നെ അടുത്തതാണ് ലാക്ക് ഓഫ് പ്രൈവസി. സ്വകാര്യത ഇല്ലാത്തത്, പ്രൈവസിയുടെ കുറവ്. ലാക്ക് ഓഫ് പ്രൈവസി, സ്വകാര്യത അതിന്റെ കുറവ്. പിന്നെ അടുത്തതാണ് ഇല്ലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. ഡോക്ടർമാരുടെ അവ്യക്തമായ ഹാൻഡ് റൈറ്റിംഗ്. അവരെ എഴുതുന്നത് ചിലപ്പോൾ വായിക്കാൻ പറ്റൂല എല്ലാവർക്കും. ഓക്കെ, മെഡിസിൻസ് ഇതൊക്കെ കഴിഞ്ഞവർക്ക് കുഴപ്പമില്ല, അല്ലാതെ നമ്മൾ അതൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്കൊന്ന് വായിക്കണം, നമുക്ക് സാധാരണക്കാർക്ക് എന്ത് മെഡിസിൻ ആണ് തന്നേക്കണേന്ന് നമുക്ക് അറിയാനുള്ളതുണ്ടല്ലോ. അപ്പൊ ഡോക്ടർമാര് ചിലപ്പോ ഇങ്ങനെ എഴുതുമ്പോഴേ നമുക്ക് വായിക്കാൻ പറ്റണമെന്നില്ല. അതാണ് ഇല്ലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ അവ്യക്തമായിട്ടുള്ള, വ്യക്തമല്ലാത്ത ഹാൻഡ് റൈറ്റിംഗ്. ചില ഡോക്ടേഴ്സ് ഒക്കെ എഴുതുമ്പോ അങ്ങനെയല്ലേ? ശരിക്കും നമ്മള് ഇനി ചാപ്റ്റേഴ്സിൽ പഠിക്കണ്ടേ, ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ നമുക്ക് പഠിക്കണ്ട. അവിടെ ശരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ശരിക്കും റൂൾ അനുസരിച്ച് ഫോളോ ചെയ്യേണ്ടത്. ഡോക്ടർമാരൊക്കെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണമെന്നാണ് ശരിക്കും പറയുന്നത്. ചിലപ്പോ ഡോക്ടറൊക്കെ എഴുതുന്നത് വായിക്കാൻ പറ്റാറുണ്ടാവും. ഹാൻഡ് റൈറ്റിംഗ് നല്ല ഉരുട്ടി ഒക്കെയാണോ ഡോക്ടർ എഴുതണത്? ഓരോ അക്ഷരവും എടുത്ത് അങ്ങനെയാണോ എഴുതണ അല്ല അല്ലെ? ഒറ്റ എഴുത്ത് ഇങ്ങനെ എഴുതും. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പൊ നമ്മളത് മെഡിസിൻസ് ഒക്കെ വാങ്ങാനായിട്ട് ചെല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് അവർക്ക് അത് വായിക്കാൻ പറ്റും. എങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അങ്ങനെ ഉരുട്ടി മിനിക്കൊന്നും അല്ല എഴുതുന്നത് അല്ലെ? അപ്പൊ നമ്മള് ചിലപ്പോ എഴുതുമ്പോൾ ഓരോ ലെറ്റേഴ്സ് കാക്കിലയുടെയാണ് KKHILA ഓരോ ലെറ്റർ നമ്മൾ വായിക്കുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ എഴുതും.
ഹാൻഡ് റൈറ്റിംഗ്. ചിലരെന്ന് വെച്ചാൽ റണ്ണിങ് ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ ചിലപ്പോഴൊക്കെ വായിക്കാൻ പറ്റുന്നില്ല. മിക്ക ഡോക്ടേഴ്സുമാരൊക്കെ എഴുതുന്നത് നമുക്ക് അല്ലെ ഷീറ്റ് എടുത്ത് നോക്കി ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് എന്നിട്ട് നമ്മൾ മെഡിസിൻ വാങ്ങി കഴിയുമ്പോ ആ കവറിൽ നോക്കിയാൽ വായിക്കാൻ പറ്റും അല്ലെ? മെഡിസിൻസ് തന്നു കഴിയുമ്പോ മെഡിസിന്റെ സ്ലിപ്പിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് മെഡിസിനാന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ചിലപ്പോ ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യണത് വായിക്കാൻ പറ്റുന്നില്ല. അത് അവ്യക്തമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്, അതൊരു പ്രശ്നമാണ്. പിന്നെ നോക്കിയേ പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേഷ്യൻസ് അവരുടെ അവസ്ഥകൾക്കായിട്ട് ആ ആരോഗ്യ പ്രശ്നത്തില് ഒന്നിലധികം മരുന്നുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നതിനാണ് പോളിഫാർമസി എന്ന് പറയുന്നത്. ഒന്നിലധികം മരുന്നുകൾ ഒരേ സമയത്ത് ഉപയോഗിക്കുന്നു. അവരുടെ പർട്ടിക്കുലർ കണ്ടീഷൻസിൽ അവര് എന്താണ് ഒന്നിലധികം മരുന്നുകൾ ഒരേ സമയത്ത് ഉപയോഗിക്കുന്നതാണ് പോളിഫാർമസി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻസ്. ക്യൂസ് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അല്ലെ, ക്യൂ ഒക്കെ മര്യാദയ്ക്ക് പരിപാലിക്കുന്നില്ലെങ്കിൽ, നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ, ക്യൂസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, പിന്നെ അടുത്തത് 9ാമത്തെ പോയിന്റ് ആണ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസീസ്. ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഇല്ലേ, അത് ചിലപ്പോ ഫാർമസിയിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഡോക്ടർ എഴുതി തന്ന മെഡിസിൻസ് ഫാർമസിയിൽ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ, എപ്പോഴും അവൈലബിൾ അല്ലാത്തൊരവസ്ഥ ഫാർമസിയിൽ, അതൊരു പ്രശ്നമാണ്. 9 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നോക്കി. ഒന്നാമത്തെ എന്താണ്? ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഡോക്ടറിന്റെ അസിസ്റ്റൻസ് അല്ലെ, ഓക്സിലറീസ് അവരുടെ സഹായികളെ പെട്ടെന്ന് തിടുക്കത്തില് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുയോജ്യമല്ലാത്ത ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കുന്നതിന് കാരണമാകാം. തിടുക്കം പിടിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ ഏറ്റെടുക്കുന്ന ഡോക്ടർമാരുടെ കൺസൾട്ടേഷന് ശേഷം ഓക്സിലറീസ് സഹായികൾ ഏറ്റെടുക്കുന്ന ചുമതലകൾ അവര് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അനുയോജ്യമല്ലാത്ത ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കും. പിന്നെ അടുത്തത് ഓക്സിലറി സ്റ്റാഫുകള് ഈ പേഷ്യൻസിനോട് മോശമായിട്ട് പെരുമാറാം. പിന്നെ അടുത്തത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മള് ഡോക്ടറെ എത്തുന്നതിന് മുന്നേ ഒരു വലിയൊരു ക്യൂ, കുറെ ആളുകള് തടിച്ചു കൂടാനായിട്ട് കാരണമാകാം. അതൊരു വലിയൊരു ക്യൂവിലേക്ക് നയിക്കാം. പിന്നെ അടുത്തതാണ് തടസ്സം. ഇന്ററപ്ഷൻ എന്ന് പറയുന്ന തടസ്സം, കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ, അതിനുണ്ടാകുന്ന തടസ്സങ്ങള്. പിന്നെ അടുത്തതാണ് ലാക്ക് ഓഫ് പ്രൈവസി, സ്വകാര്യതയുടെ കുറവ്. പിന്നെ അടുത്തതാണ് ഇല്ലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിന്റെ അവ്യക്തമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്. പിന്നെയാണ് പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസിൽ എന്താണ് ഒരേ സമയം തന്നെ കുറെ മരുന്നുകൾ ഉപയോഗിക്കും, ഒന്നിലധികം മരുന്നുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നതിനെയാണ് പോളിഫാർമസി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ക്യൂസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ. പിന്നെ അടുത്തതാണ് 9ാമത്തെ പോയിന്റ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് എപ്പോഴും ഫാർമസിയിൽ ലഭ്യമല്ലാത്ത ഒരവസ്ഥ. 9 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കിയത്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയൊന്ന് വായിച്ചു വെച്ചേക്കണം. അപ്പൊ ഒരു OPD സർവീസ്, OPD നേരിടുന്ന പ്രശ്നങ്ങളാണ്. ജനറൽ പ്രോബ്ലംസും പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ സ്പെസിഫിക് പ്രോബ്ലംസ്. അതില് 9 പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിയത്. ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അടുത്ത ക്ലാസ് നാളെ ഉണ്ടല്ലോ, നമുക്ക് ഇതിന്റെ ബാലൻസ് നാളെ തന്നെ നോക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും പോയി ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടോ. ചായയൊക്കെ ഉണ്ടാക്കി പിള്ളേര് വരുമ്പോഴത്തേക്കും ചായയൊക്കെ റെഡി ആക്കിയപ്പോ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.